കുറുക്കനും മുയലും. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു ഒരു മുയൽ. പെട്ടെന്നൊരു കുറുക്കൻ ചാടി വീണ് മുയലിനെ പിടിച്ചു. അയ്യടാ അയ്യ, കിട്ടിപ്പോയി, ഇപ്പൊ തന്നെ ഇവനെ അകത്താക്കണം, കുറുക്കൻ തീരുമാനിച്ചു. മുയല് ശബ്ദം താഴ്ത്തി പറഞ്ഞു, അയ്യോ കുറുക്കച്ചാരെ, ഈ മരത്തിന് മുകളിൽ ഒരു മാളത്തില് എൻ്റെ അമ്മാവൻ താമസിക്കുക. അമ്മാവൻ ഉണർന്നാൽ നിന്നെ ശരിയാക്കും, അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിയിരുന്ന് എന്നെ തിന്നോ. അമ്മാവൻ ഉണർത്തിയ കുഴപ്പോ? കുറുക്കനും തോന്നി, ശരിയാ, കുഴപ്പാവും. അവൻ മുയലിനെയും കൊണ്ട് ഒരു കുറ്റിക്കാട്ടിലേക്ക് മാറിയിരുന്നു. അപ്പോൾ മുയൽ പറഞ്ഞു, അയ്യോ, ഇവിടെയാ ഗുസ്തി മത്സരത്തിന് പോകുന്ന മുയലുകൾ താമസിക്കുന്നത്. കുറുക്കന്മാരെ കാണുന്നതേ അവർക്ക് ഇഷ്ടമല്ല കുറുക്കച്ച. ഗുസ്തിക്കാരുടെ ഇടികൊള്ളുന്ന കാര്യം ഓർത്തപ്പോ കുറുക്കന് പേടിയായി. അവൻ മുയലിനെയും കൊണ്ട് കുറച്ചപ്പുറത്തെ ഗുഹയിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ മുയൽ പറഞ്ഞു, ഈ ഗുഹയിലെ സിംഹം പനി പിടിച്ച് കിടപ്പാ, കുറുക്കനെ സൂപ്പ് വെച്ച് കുടിച്ചാലേ മാറുള്ളൂ അത്രേ. സിംഹച്ചാർ ഒരു കുറുക്കനെ നോക്കി ഇരിപ്പാ എൻ്റെ കുറുക്കച്ച. ഇത് കേട്ട് പേടിച്ച കുറുക്കൻ ജീവനും കൊണ്ട് ഓടി. പക്ഷെ അപ്പോഴും മുയലിനെ വിട്ടില്ലായിരുന്നു കേട്ടോ. മുയലിനെയും കൊണ്ട് കുറുക്കൻ കുറേ ദൂരെ ചെന്നൊരു സ്ഥലത്തിരുന്നു. കുറുക്കന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇനി വിശപ്പ് മാറ്റാം. അപ്പോൾ മുയൽ പറഞ്ഞു, കുറുക്കച്ചാരെ, നിന്റെ പല്ലും നഖവും കണ്ടിട്ട് ഒട്ടും മൂർച്ച തോന്നുന്നില്ലല്ലോ. കുറച്ച് പച്ചില ചവച്ച് പല്ലിന് മൂർച്ച കൂട്ടണം. അതാ അവിടെ ഒരു പാറക്കെട്ടുണ്ട്, അവിടെ പോയി നഖത്തിനും മൂർച്ച കൂട്ടിയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. അത് ശരിയാണെന്ന് കുറുക്കനും തോന്നി. അവൻ വേഗം അടുത്തുള്ള മരത്തിൽ നിന്ന് കുറച്ച് പച്ചിലകൾ പറിച്ച് വായിലിട്ടുകൊണ്ട് നേരെ പാർക്കെട്ടിലേക്ക് നടന്നു. മുന്നറിയിപ്പുകളൊക്കെ തന്ന് തന്നെ സഹായിച്ച മുയലല്ലേ, അവൻ പറ്റിക്കില്ല എന്നായിരുന്നു മണ്ടൻ കുറുക്കന്റെ വിചാരം. പല്ലിനും നഖത്തിനും മൂർച്ച കൂട്ടി കുറുക്കൻ തിരിച്ചെത്തിയപ്പോഴോ മുയലിനെ കാണാനില്ല. എന്നാലും ആ മുയലെന്തിനാ പോയത്? മണ്ടൻ കുറുക്കന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലായോ?